സ്വന്തമായി ഒരു ആനിമേറ്റ് കഥ സൃഷ്ടിക്കണമെന്നുണ്ടോ? അതും ഒരു രൂപ പോലും ചെലവാക്കാതെ? വരൂ, വെറും 2 മിനിറ്റിൽ പഠിക്കാം. The secret to great content is simple. It starts with excellent script writing and powerful storytelling. That's where AJ Views Tech comes in. ആനിമേറ്റഡ് വീഡിയോയ്ക്ക് പ്രോംപ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചാറ്റ്ജിപിടിയോട് ചോദിച്ചു നോക്കാം. ടൈപ്പ് ചെയ്യാം ജനറേറ്റ് prompt to create kids animated story about a thirsty crow. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള തേഴ്സ്റ്റി ക്രോ എന്നുള്ള സ്റ്റോറിയാണ് നമ്മളിവിടെ അനിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദാഹിച്ചു അലഞ്ഞ കാക്ക എങ്ങനെയാണ് അതിൻ്റെ അനിമേറ്റഡ് മൂവിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് സീൻ ബൈ സീൻ ആയിട്ട് അനിമേറ്റഡ് മൂവീനെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ക്യാമറ ആംഗിളും സൗണ്ടും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ സീനിനും നമ്മൾ എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം നോക്കാം. ഫസ്റ്റ് സീൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്യാം ക്ലിങ് AI. ഇതിൽ ഈ ബ്ലാക്ക് ഐക്കണുള്ള ക്ലിങ് AI എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് സീനിൻ്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇതിൽ വീഡിയോ ജനറേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം. ChatGPT എടുത്തിട്ട് അവിടെ നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് സീനിൽ ഇത്രയും പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ പ്രോംപ്റ്റ് കൊടുക്കുക, പേസ്റ്റ് ചെയ്യാം. Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്. കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണാം ജനറേറ്റ്, ക്ലിക്ക് ചെയ്യുക. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാം. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീൻ റെഡിയായി. ഇത് ഡൗൺലോഡ് ചെയ്ത ഒരു ഫയലായിട്ട് നമ്മൾ ഡൗൺലോഡ്സിലേക്ക് വരും. ഇതുപോലെ ChatGPTയിൽ ചെന്ന് സെക്കൻഡ് സീന് പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ ക്ലിങ്ങിൽ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. ഇങ്ങനെ എല്ലാ സീനും 1 by 1 ആയിട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം അതെല്ലാം കമ്പൈൻ ചെയ്യാനായിട്ട് ഏത് ടൂളാണ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതെന്ന് അറിയാനായിട്ട് സ്റ്റേ ട്യൂൺ. താങ്ക് യു.